എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെയൊക്കെ ചില വ്യക്തികൾ വേദനിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് വല്ലാതെ തകർന്നു പോകാറുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ അവരെ സ്നേഹിക്കുകയും അവർക്ക് നമ്മളോട് എന്തോ സ്നേഹമില്ലാന്ന് തോന്നുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അത്രമാത്രം തകർന്നു പോകുന്നത്. കാരണം മറ്റേത് വ്യക്തികൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നണമെന്നില്ല. കാരണം നമ്മൾ അവരുടെ ആരുടെയും ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രീതിയൊന്നും പിടിച്ചു പറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നമ്മളെ വിഷമിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്ന് ജീവിതം തന്നെ നശിച്ചവരെ പോലെ ആയിത്തീരാറുണ്ട്. നമ്മുടെ ഈ വേദനയുടെ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമ്മളെക്കുറിച്ച് അവരൊന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മളെക്കുറിച്ച് അവരൊന്ന് നന്നായി പഠിച്ചിരുന്നെങ്കിൽ, എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവരൊന്ന് പെരുമാറിയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കാരണം നമ്മൾ ചിന്തിക്കുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാവാതെയായിരിക്കും പലപ്പോഴും നമ്മളോട് ദേഷ്യപ്പെടുന്നതും നമ്മളെ കുറ്റം വിധിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ദൈവം എന്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആവാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായ ദേഷ്യവും വെറുപ്പും ഒക്കെ ദൈവത്തോട് തോന്നാറില്ലേ? പക്ഷെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പശ്ചാത്താപമോ മനപ്രയാസമോ തോന്നാറുണ്ടോ? കാരണം ദൈവം നമുക്കൊരു കാര്യം ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, ദൈവം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങേയറ്റം ദൈവത്തെ കുറ്റപ്പെടുത്താറില്ലേ? സത്യത്തിൽ പലപ്പോഴും നമ്മുടെ നന്മകൾ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ടായിരിക്കും ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ദൈവത്തെ കുറ്റം വിധിക്കുകയും ദൈവത്തോട് വെറുപ്പ് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നമ്മുടെ സ്നേഹം പ്രതീക്ഷിക്കുന്ന ദൈവത്തിന് എത്രമാത്രം വിഷമം ഉണ്ടാവുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് ഇത്രമാത്രം വിഷമം വരുന്നുണ്ടെങ്കിൽ, സ്നേഹം മാത്രമായ ദൈവം, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ സുസ്ഥിതി മാത്രം പ്രതീക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ദൈവത്തിന് നമ്മൾ അകന്നു പോകുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടെങ്കിലും മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന മനസ്സിലാക്കിയിട്ടെങ്കിലും ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ആത്മാക്കളെ അങ്ങേയറ്റം അസൂയയോടെ അഭിവാഞ്ചിക്കുന്ന, ആഗ്രഹിക്കുന്ന ദൈവത്തെ ഒരു കാരണവശാലും വിഷമിപ്പിക്കാതിരിക്കാനായിട്ട്, ഓരോ പ്രവൃത്തികളും ദൈവത്തിന് ഇഷ്ടമുള്ളതായിട്ട് ചെയ്യാനായിട്ട്, ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹമൊക്കെ എപ്പോഴും നമ്മളെ ആശ്ലേഷിക്കുകയും നമ്മളെ കരുതുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആ ദൈവത്തെ വിട്ടുപേക്ഷിച്ച് മറ്റ് പലയിടങ്ങളിലേക്കും പോകാറുണ്ട്. അതുകൊണ്ട് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഒന്നും ചെയ്യുന്നതെന്നുള്ള വലിയൊരു ബോധ്യത്തോടു കൂടി ആ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട്, ഏതെങ്കിലും വിധത്തിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അടുത്തേക്ക് ഓടി അണയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.